ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതും പല മുതിർന്ന കക്ഷി നേതാക്കൾക്കും മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും സുരക്ഷിതമായ രാഷ്ട്രീയ പാർട്ടി BJP ആണെന്ന്. തങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വില നൽകുന്ന ഏക കക്ഷിയാണ് BJP എന്നും പരക്കെ ഇപ്പോൾ അംഗീകാരമുയരുന്നു. അതുകൊണ്ട് തന്നെ പല പാർട്ടിയിൽ നിന്നും ഇപ്പോൾ നേതാക്കൾ BJPയിലേക്ക് എത്തുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന അഖിലേഷ് യാദവിന്റെ SP-ക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ സ്ഥാനം രാജിവെച്ചു. രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കിയിരിക്കെയുള്ള നീക്കം അഖിലേഷ് ക്യാമ്പിനെയും ഇന്ത്യ മുന്നണിയെയും ആശങ്കയിൽ ആഴ്ത്തുകയാണിപ്പോൾ. സമാജ്വാദി പാർട്ടി MLA-മാർ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് മനോജിന്റെ ഈ രാജി. പാർട്ടി തലവൻ അഖിലേഷ് യാദവിന് കത്ത് നൽകിയാണ് രാജി പ്രഖ്യാപനം ഔദ്യോഗികമായി മനോജ് പാണ്ഡെ പ്രഖ്യാപിച്ചത്. എന്നാൽ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചേക്കുമെന്നാണ് വിവരം. അതേസമയം ഇനിയും നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും BJPയിലേക്ക് എത്തുന്ന ഭൂരിഭാഗം പേരും കോൺഗ്രസ് UDF നേതാക്കളാണ്. അതുതന്നെയാണ് കോൺഗ്രസിന്റെ പല നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ BJPയിൽ ചേർന്നത്. 4 തവണ കോൺഗ്രസ് MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ട മഹേന്ദ്രജിത് സിംഗ് മാളവ്യയുടെ രാജി രാജസ്ഥാൻ കോൺഗ്രസിന്റെ കനത്ത തിരിച്ചടിയായിരുന്നു. ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരൊക്കെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ അറിയണം. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ചിലപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അപ്രത്യക്ഷമാകാനും ഇല്ലാതാകാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.